മഹാകുംഭമേളയ്ക്ക് പോയാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? ചില അൾട്രാ ലെഫ്റ്റ് ലിബറൽ ആൾക്കാർ നിങ്ങളോട് ചോദിക്കുന്ന ചോദ്യമാണ്. പല ആൾക്കാർക്കും ഈ ചോദ്യത്തിന് യഥാർത്ഥത്തിൽ മറുപടിയില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ കാഴ്ചപ്പാടുകളിൽ എന്തെങ്കിലും മാറ്റം സംഭവിക്കുമോ? നിങ്ങൾക്ക് സ്വയം നവീകരിക്കാൻ സാധിക്കുമോ? നിങ്ങൾക്ക് നിങ്ങളുടെ ജാതിമത രാഷ്ട്രീയ വിഷയങ്ങളിൽ എന്തെങ്കിലും നവീകരണം ഉണ്ടാകുമോ എന്നിങ്ങനെയുള്ള പല ചോദ്യങ്ങളുമുണ്ട്. എന്നാൽ ആ ചോദ്യങ്ങൾക്കെല്ലാം ഒരൊറ്റ മറുപടി മാത്രമാണ് ഉള്ളത്. ആ മറുപടി കഴിഞ്ഞ ദിവസം യോഗി ആദിത്യനാഥ് പറഞ്ഞിട്ടുണ്ട്. ഉത്തർപ്രദേശിന്റെ ഖജനാവ് നിറഞ്ഞു കവിഞ്ഞു എന്നാണ് യോഗി ആദിത്യനാഥ് കഴിഞ്ഞ ദിവസം പറഞ്ഞിരിക്കുന്നത്. ഇതൊരു വലിയ വാർത്ത തന്നെയാണ്. അതായത് ഇതുവരെ എത്ര ഭക്തർ മഹാകുംഭത്തിൽ പുണ്യസ്നാനം നടത്തി, കുംഭമേളയിലൂടെ ഉത്തർപ്രദേശിന് എത്ര വരുമാനം ലഭിച്ചു എന്നുള്ള ചോദ്യമായി തന്നെ അവശേഷിക്കുകയാണ്. കഴിഞ്ഞ ദിവസം യോഗി ആദിത്യനാഥ് ഈ സസ്പെൻസ് ഒഫീഷ്യലായി പൊളിച്ചിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാനായി സാധിക്കുന്നത്. എന്തായാലും അതിനു മുമ്പ് യോഗി ആദിത്യനാഥ് ഇത് പറഞ്ഞത് എവിടെയാണെന്ന് നോക്കാം. ലക്നൌവിൽ ഫ്ലൈ ഓവർ ഉദ്ഘാടന പരിപാടിയിൽ എത്തിയതായിരുന്നു യോഗി ആദിത്യനാഥ്. അവിടെ വെച്ചാണ് അദ്ദേഹത്തിന്റെ ഈ വാക്കുകൾ അദ്ദേഹം പറഞ്ഞത് ലക്നൌവിൽ വികസനത്തിൽ രാജ്നാഥ് സിംഗിൽ നിന്ന് എനിക്ക് നല്ല മാർഗനിർദ്ദേശം ലഭിച്ചിട്ടുണ്ട്. പ്രതിരോധ മന്ത്രി, ലക്നൌവിലെ എല്ലാ വികസന പ്രവർത്തനങ്ങളും വേഗത്തിൽ പുരോഗമിക്കുകയാണ്. ഈ ലക്നൌവിനെ ഒരു AI സിറ്റി ആക്കി മാറ്റാനാണ്, വികസിപ്പിക്കാനുള്ള പ്രവർത്തനങ്ങളാണ് നടന്നു വരുന്നത്. ഇനി മഹാകുംഭമേളയെക്കുറിച്ച് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ ഭക്തർ പ്രയാഗ്രാജിലേക്ക് റോഡ് മാർഗമാണ് വന്നിരിക്കുന്നത് എന്നും യോഗി ആദിത്യനാഥ് പറയുന്നു. അതുകൊണ്ട് തന്നെ നമ്മുടെ രാജ്യത്തെ റോഡിന്റെ നെറ്റ്വർക്ക് അത് അതിഭീകരമായിട്ട് വികസിപ്പിക്കേണ്ടതായിട്ടുണ്ട് എന്നാണ് യോഗി ആദിത്യനാഥ് പറയുന്നത്. യഥാർത്ഥത്തിൽ അദ്ദേഹം ഉത്തർപ്രദേശിലെ മുഖ്യമന്ത്രിയാണെങ്കിലും രാജ്യമെമ്പാടുമുള്ള സംസ്ഥാനങ്ങളുടെ കാര്യങ്ങൾ അദ്ദേഹം സംസാരിക്കുന്നുണ്ട്. ഭാവിയിലേക്ക് അദ്ദേഹത്തിന്റെ ഒരു പ്രധാനമന്ത്രിയായിട്ടുള്ള ഒരു ചുവടുവയ്പ്പിന്റെ ഒരു പശ്ചാത്തലത്തിലാണോ അദ്ദേഹം ഇപ്പോൾ തന്നെ അങ്ങനെ സംസാരിക്കുന്നത് എന്നുള്ള ചോദ്യങ്ങളും ഉയർന്നിട്ടുണ്ട്. എന്തായാലും അതൊക്കെ അവിടെ നിൽക്കട്ടെ. മഹാകുംഭമേളയിൽ എത്ര ഭക്തർ പുണ്യസ്നാനം നടത്തി? 45 കോടി പേർ വരുമെന്നാണ് കണക്കാക്കിയിരുന്നതെങ്കിലും യോഗി ആദിത്യനാഥ് ഒഫീഷ്യലായിട്ട് പറയുന്നു 50 കോടി പേർ മഹാകുംഭമേളയിൽ എത്തിയിട്ടുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത്. എല്ലാ നിർദ്ദേശങ്ങളും നിതിൻ ഗഡ്കരിക്ക് കൊടുത്തിട്ടുണ്ട്. അദ്ദേഹം ഇതെല്ലാം അംഗീകരിച്ചിട്ടുണ്ട്. ജനുവരി 22-ന് എൻ്റെ മന്ത്രിസഭയും മഹാകുംഭമേളയിൽ പുണ്യസ്നാനം നടത്തി എന്നും അദ്ദേഹം പറയുന്നുണ്ട്. ഇനി എത്രയാണ് മഹാകുംഭമേളയുടെ ചിലവ്, എത്രയാണ് മഹാകുംഭമേളയുടെ വരവ് എന്നിങ്ങനെ ഒരു ചോദ്യമുണ്ട്. ആ ചോദ്യത്തിന് കൃത്യമായി ഒഫീഷ്യലായിട്ട് യോഗി ആദിത്യനാഥ് മറുപടി പറഞ്ഞു. 50 മുതൽ 55 കോടി വരെ ഭക്തർ എത്തുന്നതോടെ ഉത്തർപ്രദേശിന്റെ സമ്പദ് വ്യവസ്ഥയ്ക്ക് ഇപ്പോൾ നിലവിൽ 3 ലക്ഷം കോടി രൂപയുടെ നേട്ടമാണ് ഉണ്ടായിരിക്കുന്നത് എന്നാണ് യോഗി ആദിത്യനാഥ് പറഞ്ഞത്. 3 ലക്ഷം കോടിയുടെ നേട്ടമുണ്ടായി. പോരാത്തതിന് ഇതിന്റെ ചിലവ് എന്ന് പറയുന്നത് മഹാകുംഭത്തിന്റെ പേരിൽ പ്രഖ്യാപിച്ച ബഡ്ജറ്റ് മഹാകുംഭത്തിന്റെ മാത്രമല്ല പ്രയാഗ്രാജിന്റെയും ഭംഗി വർദ്ധിപ്പിച്ചു എന്നാണ് യോഗി പറഞ്ഞത്. 144 വർഷങ്ങൾക്ക് ശേഷം നടക്കുന്ന മഹാകുംഭമേളയ്ക്ക് ഞങ്ങൾ ചെലവാക്കിയത് 15,000 കോടി രൂപയാണ് എന്നാണ്. നേരത്തെ 25,000, 30,000 എന്നൊക്കെ പല അഭ്യൂഹങ്ങളും ഉണ്ടായിരുന്നെങ്കിലും യോഗി ആദിത്യനാഥ് തന്നെ ഇപ്പോൾ ഒഫീഷ്യലായി പറഞ്ഞിരിക്കുന്നു 15,000 കോടി രൂപ ചെലവഴിച്ചു. ഇതിൽ നിന്ന് 3 ലക്ഷം കോടി രൂപയുടെ നേട്ടമാണ് ഞങ്ങളുടെ ഖജനാവിനുണ്ടായത്. അതായത് ഉത്തർപ്രദേശിന്റെ ഖജനാവ് മഹാകുംഭമേളയിൽ നിറഞ്ഞു കവിഞ്ഞു എന്നാണ് അതിന്റെ അർത്ഥം. ഇത് മഹാകുംഭമേളയിൽ ഉത്തർപ്രദേശിന്റെ ഖജനാവ് മാത്രമല്ല നമ്മുടെ രാജ്യത്തിന്റെ GDPയും 1% മുകളിലേക്ക് കയറും എന്ന പ്രഖ്യാപനം ഉണ്ടായിട്ടുണ്ട്. നമ്മുടെ രാജ്യത്തിന്റെ ആഭ്യന്തരമായിട്ട് തന്നെ നമ്മുടെ രാജ്യത്തിനകത്ത് പണമൊഴുക്ക് ഉണ്ടായിട്ടുണ്ട്. നമ്മുടെ മാർക്കറ്റുകളെല്ലാം തന്നെ ഉണർന്നിട്ടുണ്ട്. പാവപ്പെട്ടവരുടെ കയ്യിലേക്ക് പണം എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് മഹാകുംഭമേളയുടെ ഏറ്റവും വലിയ പ്രത്യേകത. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.